ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി നല്ല മുരുമുരാന്നിരിക്കുന്ന ഉഴുന്നുവടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഉഴുന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3-4 മണിക്കൂർ എടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ കുതിർന്നു വരും കേട്ടോ. കുതിർന്നു വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നും കൂടെ കഴുകിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉഴുന്ന് ഇവിടെ നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. നല്ല മിക്സി ആണെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. പക്ഷേ എൻ്റെ മിക്സിയിൽ വെള്ളം ചേർത്തേ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരല്പം വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3-4 ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ടാണ് ഇത് അരച്ചെടുത്തത്. നമ്മുടെ മിക്സിയുടെ ജാറ് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ മുഴുവൻ ഉഴുന്നും അരച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ ഈ അരച്ച ഉഴുന്നിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി അധികം ആകരുത്, ഒരു 2 ടേബിൾ സ്പൂൺ. ഇപ്പോൾ കുറച്ചൊക്കെ ഉഴുന്നെടുക്കുന്നുണ്ടെങ്കിൽ അല്പം മാത്രം അരിപ്പൊടി ചേർക്കാം. ഞാൻ കുറച്ച് അധികം ഉഴുന്നെടുത്തിരിക്കുന്നത് കൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുവാണ്. പിന്നെ ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തത് കൊണ്ടാണ് ഇത്രയും ഞാൻ അരിപ്പൊടി ചേർത്തത് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഉഴുന്ന് കുറവാണെങ്കിൽ കുറച്ച് മാത്രമേ അരിപ്പൊടി ചേർക്കാവുള്ളേ. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് അരച്ച് വെച്ചിട്ട് ഇപ്പം നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ പുളിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ പച്ചക്കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സബോളയും അതൊക്കെ ചേർക്കുവാണ്. ഞാനിവിടെ ഒരു 2 സബോളയും പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 2-3 പച്ചമുളകും, എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരല്പം കായത്തിൻ്റെ പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. കായത്തിൻ്റെ പൊടി ഇടാൻ മറക്കല്ലേ, ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ. അതിന് ശേഷം നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ ഉഴുന്നുവടയായിട്ട് നമ്മൾ അതിലേക്ക് ഇടുവാണ്. ഞാൻ കയ്യിലേക്ക് കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ അല്ലെങ്കിൽ പച്ചവെള്ളം തൊട്ടാലും മതി. അതിന് ശേഷം നമ്മൾ ഓരോ ബോളായിട്ട് ഇങ്ങനെ ഓരോ ഉരുളയായിട്ട് നമ്മുടെ കയ്യിലേക്ക് എടുത്തതിന് ശേഷം ഒന്ന് ഉരുട്ടിയിട്ട് അപ്പുറത്തെ കയ്യിലേക്ക് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളത്തിൽ നമ്മുടെ ചൂണ്ടുവിരലൊന്ന് മുക്കിയതിന് ശേഷം ഒരു ഹോളിട്ട് കൊടുക്കുക. വെള്ളത്തിൽ മുക്കുമ്പം കറക്റ്റായിട്ട് നമുക്ക് ഹോള് കിട്ടും കേട്ടോ. എണ്ണ ചൂടായതിന് ശേഷം പിന്നെ ഫ്ലെയിം കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഉഴുന്നുവടയുടെ അകം വേഗത്തില്ല, പുറം മാത്രം വേഗന്ന ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുവേ. അപ്പോൾ തീ കുറച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവേ. ഇപ്പോൾ നമ്മുടെ ഉഴുന്നുവട ഇപ്പോൾ ഇവിടെ കോരാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ഇങ്ങനെ ഉഴുന്നുവട കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.